വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഡൈപോളിനെ കുറിച്ചായിരുന്നു അല്ലെ. എന്താണ് ഡൈപോള്, വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്, ഡൈപോൾ മൊമെന്റിനെ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടോർക്ക് ആക്ടിംഗ് ഡ്യൂ ടു എ ഡൈപോൾ ആണ്. അതിനു മുന്നേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ചെറിയൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് വരച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, യൂണിഫോം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഞാൻ ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജിനെ പ്ലേസ് ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ പ്ലേസ് ചെയ്താൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ആ ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തേ. ദാറ്റ് ഫോഴ്സ് എഫ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഫ് ഈക്വൽ ടു ക്യൂ ഇ അല്ലെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ല റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഒരു ചാർജ് ക്യൂവിനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്ലേസ് ചെയ്താൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? എഫ് ഈക്വൽ ടു ക്യൂ ഇ അല്ലെ. സോ ദിസ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. ദെൻ നമുക്ക് എന്ത് കാണണം? ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണണം. എങ്ങനെയാണ് നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കുക? നിങ്ങൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തിന് സെയിം ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ക്യൂ ഇ ആയിരിക്കും. ഇനി നിങ്ങൾ എടുക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്തെന്നായിരിക്കും? എഫ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈക്വൽ എന്തെന്നായിരിക്കും? ക്യൂ ഇ എൻ ആയിരിക്കും. ഓക്കെ, ബട്ട് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ടോർക്ക് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോളിനെ കൊണ്ട് ഉണ്ടാകുന്ന ടോർക്ക് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാണ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. അതിന്റെ ഇന്റൻസിറ്റി എന്താണ്? ഇ ആണ്. ഇവിടെ ഞാൻ എന്തിനെ പ്ലേസ് ചെയ്യാണ്? ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്യാൻ. വാട്ട് ഈസ് എ ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലെ. സോ ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്തായിട്ട് ഒരു സ്പെസിഫിക് ആംഗിളിലാണ് ഞാൻ ആരെ കണക്ട് ചെയ്യുന്നത്? ഇതാണ് നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് ഇ. ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഒരു തീറ്റ ആംഗിളിലാണ് ഞാൻ ആരെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? നമ്മളെ ഡൈപോളിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൈപോൾ ലെങ്ത് നമ്മൾ എത്രയെന്ന് പഠിച്ചിട്ടുണ്ട്? 2a. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ഒരു ഡൈപോളിനെ നമ്മൾ എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഈ ഡൈപോളിന്റെ മേളിൽ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. സോ നമുക്ക് ഈ രണ്ട് ചാർജിന്റെ മേളിൽ ആക്ട് ചെയ്യുന്ന എന്ത് കാണണം? ഫോഴ്സ് കാണണം. നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിമ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ക്യൂ ഇ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഈക്വൽ ടു ക്യൂ ഇ അല്ലെ. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. ഇനി നമ്മൾ എങ്ങനെ ഡയറക്ഷൻ കാണുക? മാഗ്നിറ്റ്യൂഡ് നമ്മളെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തിന് സെയിം ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഹിയർ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ലൈക്ക് ദിസ്, ക്യൂ ഇ അല്ലെ. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക? ഇത് നെഗറ്റീവ് ചാർജ് ആണ്. സോ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് ഡയറക്ഷൻ ഓഫ് ക്യൂ ഇ. ഓക്കെ, സോ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറന്റ് ലൈൻ ഓഫ് ആക്ഷൻ വിച്ച് പ്രൊഡ്യൂസസ് ടോർക്ക് വിത്തൗട്ട് ഫോഴ്സ് അല്ലെ. നമ്മള് പ്ലസ് 1 പഠിച്ചതാണ് ടോർക്കിന്റെ കേസിൽ. നമ്മളെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ അല്ലെ. നമ്മളൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഡിഫറന്റ് ലൈൻ ഓഫ് ആക്ഷനിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന് മേൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അതിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു, ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ക്യൂ ഇ അല്ലെ. ഇനി നമ്മൾ ഈ ഡയറക്ഷൻ പോസിറ്റീവ് എടുത്താൽ ഈ ഡയറക്ഷൻ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. കാരണം ഇതിനെന്താണ്? ഓപ്പോസിറ്റ് ആണ്. സോ ക്യൂ ഇ മൈനസ് ക്യൂ ഇ വിച്ച് മീൻസ് ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, ഡിഫറന്റ് ലൈൻ ഓഫ് ആക്ഷൻ ആണ്. സോ വിച്ച് പ്രൊഡ്യൂസസ് റൊട്ടേഷൻ, അഥവാ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ടോർക്ക് ഡെവലപ്പ് ചെയ്യും അല്ലേ. കാരണം ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചു വലിച്ചത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യില്ലേ. സോ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ടോർക്ക് ഡെവലപ്പ് ചെയ്യും. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ആ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ടോർക്ക്? ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു perpendicular distance. That is the equation of torque.
അല്ലേ? ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്ത് കാണാം? ഇതാണ് നമ്മളെ ഫോഴ്സ്. ഇതാണ് എന്ത്? രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതല്ലേ ഇതാണ് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇതാണ് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ ഈ രണ്ട് ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതല്ലേ? സോ ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും അല്ലേ? ഈ സൈഡ് എത്രയാണ്? 2a ആണ്. നമ്മൾ ഇതിന് പേര് കൊടുക്കും. ഞാൻ ഇതിന് a എന്ന് കൊടുത്തു, ഇവിടെ b എന്ന് കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? c എന്ന് കൊടുത്തു. സോ നമ്മൾ ഈ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ സൈഡ് കിട്ടൂലേ? ഫ്രം ട്രയാങ്കിൾ എ ബി സി നമുക്ക് ഏതാ കാണേണ്ടത്? ബി സി ആണ് കാണേണ്ടത്. നമുക്ക് ഈ ആംഗിൾ അറിയാം. ഇത് ഏതാ? ഹൈപ്പോട്ടനസ് 2a എന്നറിയാം, ആംഗിൾ അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കാണണം. സോ നമ്മൾ ഏതെടുക്കണം? സൈൻ തീറ്റ എടുക്കണം അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് വരുന്ന സൈൻ തീറ്റ അല്ലേ? സോ ദ ഫ്രം ട്രയാങ്കിൾ എ ബി സി സൈൻ തീറ്റ ഈക്വൽ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബി സി. ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് എ സി. സോ ബി സി ഈക്വൽ എന്ത് കിട്ടും? ബി സി ഈക്വൽ ടു എ സി സൈൻ തീറ്റ. സോ ബി സി ഈക്വൽ ടു വാട്ട് ഈസ് എ സി? എ സി ഈക്വൽ ടു 2a. സോ 2a സൈൻ തീറ്റ. സോ നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഹിയർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? 2a സൈൻ തീറ്റ. വാട്ട് ഈസ് ടോർക്ക്? അല്ല സോറി, വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈക്വൽ ടു QE. സോ ആൻസർ എന്താവും? QE ഇൻറ്റു 2a സൈൻ തീറ്റ. ഓക്കെ, QE ഇൻറ്റു 2a സൈൻ തീറ്റ. സോ ടോർക്ക് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടോർക്ക് ഈക്വൽ ടു ഈ 2a ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും നോക്കിട്ടോ. Q ഇൻറ്റു 2a ഇങ്ങനെ എഴുതി കൂടെ. ദെൻ ഈ സൈൻ തീറ്റ ആണ് ബാക്കിയുണ്ട് അല്ലെ? ഈ 2a ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പ്രശ്നമൊന്നുമില്ലല്ലോ. വാട്ട് ഈസ് Q ഇൻറ്റു 2a? ഡൈപോൾ മൊമെന്റ് P. Q ഇൻറ്റു 2a ഈക്വൽ ടു P. സോ ടോർക്ക് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? PE സൈൻ തീറ്റ. വാട്ട് ഈസ് AB സൈൻ തീറ്റ? A ക്രോസ് B. സോ ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E. That is the equation of torque acting due to a dipole. Torque equal to P cross E. Here P is the dipole moment and E is the electric field. Then torque equal to എന്താണ്? P cross E. This is the equation of torque due to a dipole. നമ്മളൊരു ടോർക്കിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ, നമ്മളൊരു ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട പാർട്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിനെ നോർമൽ ആയിട്ട് പാസ് ചെയ്തു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എമൗണ്ടിനെ എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? സോ ദിസ് ഈസ് എ സർഫസ്. ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിൽ ഒരു പോയിന്റ്, ഒരു ഏരിയ, ഒരു ഗിവൻ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ്. ദിസ് ദ ഏരിയ. ഈ ഏരിയ എത്ര എന്ന് എഴുതാം? DS ആണ് എഴുതാം. ദിസ് ഈസ് ദ ഏരിയ DS. ഇത് നോർമൽ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. നോർമൽ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ ഈ വരച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് നോർമൽ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പറിനാണ് എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? ഫൈ ആണ്. ഫൈ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഈ സ്മോൾ ഏരിയയിലുള്ള ഈ DS ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ലെസ് ഏരിയ അല്ലേ? ഇതൊരു യൂണിഫോം ക്രോസ് സെക്ഷൻ അല്ലാത്തൊരു ഏരിയ എന്ന് എഴുതുക. ഇത് നോൺ യൂണിഫോം ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ഏരിയ എടുത്തിട്ട് ടോട്ടൽ കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ചെറിയ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? E ഡോട്ട് DS അല്ലെ? സോ ടോട്ടൽ ഏരിയ കാണണമെങ്കിൽ എന്ത്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റഗ്രൽ E ഡോട്ട് DS. That is the equation of electric flux. So phi equal to integral E ds cos theta. That is the equation of electric flux. ഇനി ഇവിടെ സ്പെഷ്യൽ കേസ് നിങ്ങൾ പഠിച്ചേക്കണം. നമ്മുടെ യൂണിഫോം ഏരിയ ഒരു സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ സർഫസിന്റെ ഏരിയ S ആണ് എഴുതുക, അല്ലെങ്കിൽ സർഫസിന്റെ ഏരിയ A ആണെന്ന് എടുത്തോളൂ. സോ ഇതിന് എന്താണ് പറയാ? ഒരു സ്പെസിഫിക് ആംഗിൾ, ഈ ഏരിയ വെക്ടറിൽ തീറ്റ ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുന്നെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഇക്വേഷൻ എന്തായിരിക്കും? ഫൈ ഈക്വൽ ടു EA cos theta. That is the equation of electric flux.
ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആരൊക്കെയാണ് വെക്ടേഴ്സ്? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ആണുള്ളത്. സോ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറഞ്ഞാല് തീറ്റ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ? ഒരു ഏരിയ വെക്ടറുടെ ഡയറക്ഷൻ എന്തായിരിക്കും? നോർമൽ ടു ദ സർഫസ്. എപ്പോഴും സർഫസിന് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാല് ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ. സോ ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിന്റെ ഏരിയ വെക്ടറുടെ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക? ഇതായിരിക്കും ഏരിയ വെക്ടറുടെ ഡയറക്ഷൻ. എന്താ കാരണം? സർഫസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഏരിയ വെക്ടർ വരിക? ഇങ്ങനെയാണ് വരിക അല്ലേ? ഇതല്ലേ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ. അത് നിങ്ങൾ വളരെ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തീറ്റ ഈസ് ദ ആംഗിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറഞ്ഞാല് തീറ്റ. What is the direction of area vector? Direction of area vector is perpendicular to the given surface. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല്. സോ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ എന്ന് പറഞ്ഞു അല്ലെ? ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. സോ നമ്മൾ ഇവിടെ എന്താണ് രണ്ട് കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് കേസ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ടു ദ സർഫസ്. സർഫസിന് പാരലൽ ആയിട്ടാണ് ആര് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈ ഫ്ലക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ അല്ലേ? സോ നമുക്ക് ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് കേസ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മുടെ സർഫസിന് എന്താണ്? പാരലൽ ആണ്. സോ തീറ്റ എത്ര ആയിരിക്കും? പാരലൽ എന്ന് പറയുമ്പോൾ തീറ്റ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. എന്നാൽ അത് തെറ്റാണ്. തീറ്റ 0 അല്ല. കാരണം എന്താ? സർഫസിനാണ് പാരലൽ അല്ലെ? സോ നമ്മളെ ഫീൽഡ് ലൈൻസ് സർഫസിന് പാരലൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ പാസ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് അല്ലെ? ഇങ്ങനെയല്ലേ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്? ഇതല്ലേ സർഫസിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷന്. പക്ഷെ നമ്മളെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആണ്. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ന് പറഞ്ഞാല് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാല് അല്ലേ? സോ ഹിയർ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളെ സർഫസിന് പാരലൽ ആയിട്ടാണ് ആര് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സർഫസിന് പാരലൽ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എന്താണ് പറയുക? ഏരിയ വെക്ടർ ഡയറക്ഷൻ എന്തായിരിക്കും? സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അഥവാ ഇതാണ് ഏരിയ വെക്ടർ ഡയറക്ഷൻ അല്ലെ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. സോ ഇവിടെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. സോ ആൻസർ എന്തായിരിക്കും? ഫൈ ഈക്വൽ ടു ഇ എ കോസ് 90. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 90? 0. സോ ഫ്ലക്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എന്തെടുക്കുകയാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു സർഫസ്. സർഫസിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. വിച്ച് മീൻസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് ഫീൽഡ് ലൈൻസ്? സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പാസ് ചെയ്യേണ്ടത്? ഇതാണ് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ അല്ലെ? ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെ? ഇനി ഇവിടെ നമ്മൾ ആംഗിൾ എത്ര എടുക്കണം? 90 ആണോ? അല്ല. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ് 90? ഫീൽഡ് ലൈൻസും നമ്മളെ സർഫസും തമ്മിലുള്ള ആംഗിൾ ആണ് 90. പക്ഷെ ഇവിടെ എന്താണ്? ഏരിയ വെക്ടറും ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ? അതും സർഫസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ. അപ്പൊ ഇതാണ് ഏരിയ വെക്ടർ ഡയറക്ഷൻ, ഇതാണ് നമ്മളെ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. സോ ആംഗിൾ എത്ര വരിക? രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ? സോ ആംഗിൾ ഈസ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. സോ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഈക്വൽ ടു ഇ എ കോസ് 0. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 0? 1. സോ ഫൈ ഈക്വൽ എന്തായിരിക്കും? ഇ എ. ദാറ്റ് ഈസ് ദ മാക്സിമം ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഇത് ഈ കൺസെപ്റ്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ ആംഗിൾ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പഠിച്ചു വെക്കുന്നത്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് നോർമൽ ആയിട്ട് പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പറിനാണ് എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാർജ് ഡെൻസിറ്റീസ് ആണ്. There are 3 types of charge densities are there: linear charge density, surface charge density and volume charge density.
സിമ്പിൾ കൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? ലീനിയർ ചാർജ് ഡെൻസിറ്റി. വാട്ട് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? നമ്മളൊരു കാണിക്കല് ലാംഡ ആണ്. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ചാർജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. Okay, then second one is surface charge density. Surface charge density. What is surface charge density? Sigma എന്ന അക്ഷരം നമ്മൾ കാണിക്കുക. What is surface charge density? Sigma equal to charge per unit area. യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ചാർജിനാണ് എന്ത് വിളിക്കുക? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. And third one is volume charge density. Third one is volume charge density. What is volume charge density? That is rho. Charge per unit volume. This is called volume charge density. നമ്മൾ ഇത് എപ്പോഴാ കൺസിഡർ ചെയ്യാം? നിങ്ങൾ എടുക്കുന്നത് ഒരു ലെങ്തി ഒബ്ജക്റ്റ് ആണെങ്കിൽ, ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ട്രൈറ്റ് വയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ലെങ്ത് ആണ്. അഥവാ അവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. അപ്പൊ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യണം? ലീനിയർ ചാർജ് ഡെൻസിറ്റി കൺസിഡർ ചെയ്യണം. ഇനി നിങ്ങൾ എടുക്കുന്ന ഒരു സ്പെറിക്കൽ ഹോളോ ഷെല്ലാണ്. എന്താ ഹോളോ ഷെല്ല് എന്ന് പറഞ്ഞാല്? ഉൾഭാഗം എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. അപ്പൊ അതിന്റെ എവിടെ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ? സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ. അഥവാ സർഫസിലാണ് എന്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ചാർജ് പ്ലേസ് ചെയ്തത്. സോ നമ്മൾ അവിടെ ഏതെടുക്കേണ്ടത്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എന്താ? ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സർഫസ്. ഇനി തേർഡ് വൺ ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി. നിങ്ങളൊരു ബൾക്ക് സ്ഫിയർ അഥവാ സോളിഡ് സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ പ്രത്യേകത? ആ വോളിയം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടാവും? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടാവും. അഥവാ ആ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ചാർജ് ഉണ്ടായിരിക്കും. സോ വി ആർ കൺസിഡറിങ് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇതാണ് ഈ മൂന്നെണ്ണത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. These are the three types of charge densities. Linear charge density. Linear charge density is the charge per unit length. Then surface charge density. Surface charge density is the charge per unit area. And the volume charge density is the charge per unit volume. Okay. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് ഗോസസ് തിയറം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഗോസസ് തിയറം. സോ വാട്ട് ഈസ് ഗോസസ് തിയറം? നിങ്ങളൊരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യാം. ഇതൊരു ഏതോ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് അല്ലേ? ഈ ക്ലോസ്ഡ് സർഫസിൽ Q1, Q2, Q3 -Q4 -Q5 ഇത്തരം ചാർജുകൾ ഈ സർഫസിന്റെ ഉള്ളിലുണ്ടെന്ന് കരുതുക. ഓക്കെ, എന്തൊക്കെ? ഒരു Q1, Q2, Q3, Q4, Q5 ചാർജസ് എന്തിലുണ്ട്? ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഇൻസൈഡിലുണ്ട്. സോ ഗോസസ് തിയറം states that the total electric flux through the Gaussian surface is equal to total electric flux through the Gaussian surface is equal. What is Gaussian surface? ഈ സർഫസിനെ നമ്മൾ ചാർജ് കംപ്ലീറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോഷ്യൻ സർഫസ്. സോ ഈ ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/ε0 ടൈംസ് ഓഫ് എപ്സിലോൺ 0 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട രണ്ട് കാര്യം ഇതാണ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ്, ഇതാണ് ഫ്ലക്സ്. ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. വാട്ട് ഈസ് സിഗ്മ? ഇസ് ദ ടോട്ടൽ ചാർജ്. അതാണ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. രണ്ടാമത്തെ എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. എന്താ അങ്ങനെ പറഞ്ഞാല്? ഇപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഫൈ ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് എന്തെല്ലാം ഉണ്ട്? Q1 പ്ലസ് Q2 പ്ലസ് Q3 minus Q4 minus Q5. This is the flux through the Gaussian surface. ഇനി ഞാൻ വേറൊരു ഇത് കൺസിഡർ ചെയ്യാണ്. Q1 minus Q2 ഉണ്ട്, Q3 ഇവിടെയാണ്, Q4 ഉണ്ട്, -Q5 ഉണ്ട്, -Q6 ഉണ്ട്. ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ഫ്ലക്സിന്റെ ഇക്വേഷൻ phi equal to 1/ε0 times of total charge Q1 അല്ലേ -Q2 അല്ലേ? Q3 എടുക്കാൻ പറ്റുമോ?
ഇല്ല. എന്താണ് കാരണം? അത് എന്തിന് പുറത്താണ്? ഗോഷ്യൻ സർഫസിന് പുറത്താണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ടോട്ടൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. അപ്പൊ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ചാർജ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇവിടെ ഈ Q3 എന്തല്ല? ഗോഷ്യൻ സർഫസിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് അല്ല. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണോ? വേണ്ട. സോ നമുക്ക് Q3 വേണ്ട. Q4 കൺസിഡർ ചെയ്യണം. കാരണം എന്താ? ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലാണ്. സോ പ്ലസ് Q4. Then Q5 മൈനസ് Q5 വേണോ? വേണ്ട. ഗോഷ്യൻ സർഫസിന് പുറത്താണ്. Then മൈനസ് Q6. So this is called Gauss's theorem. So what is Gauss's theorem? The total electric flux path passing through a Gaussian surface is equal to 1 by epsilon 0 times of the total charge അല്ലെങ്കിൽ the net charge enclosed by the Gaussian surface. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഗോസസ് തിയറം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളെ ഫൈന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു ഇ ഡോട്ട് ഡി എസ്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഈ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഇങ്ങനെ ഈ ഡി എസ് ഇന്റഗ്രൽ ഈ ഡി എസ് നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇന്റഗ്രൽ ഡി എസ് വന്നാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? സർഫസ് ഇന്റഗ്രൽ. സർഫസ് ഇന്റഗ്രൽ. കാരണം എന്താ? ഡി എസ് ഏരിയ വെച്ചാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സർഫസ് ഇന്റഗ്രൽ. അപ്പൊ നമ്മൾ മറ്റൊരു രീതിയിൽ കൂടി ഇതിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് എന്ന് എഴുതാം. കാരണം എന്താ? രണ്ടും ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ്, അതുപോലെ എഴുതി ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താ? ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. അങ്ങനെയും പറയാം. The surface integral of electric field is equal to 1 by epsilon 0 times of the total charge enclosed by the Gaussian surface. ഇങ്ങനെയും നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? ഇലക്ട്രിക് ഗോസസ് തിയറം റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഗോസസ് തിയറം. ഇതും എഴുതാം, ഇതും എഴുതാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഗോസസ് തിയറത്തെ കുറിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറത്തിന്റെ പ്രൂഫാണ്. ഗോസസ് തിയറത്തിന്റെ പ്രൂഫ് അതായത് നമ്മള് പറയാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനൊരു പോയിന്റ് ചാർജിനെ പ്ലേസ് ചെയ്തു. ഇതിന്റെ ചാർജ് Q ആണ്. ഓക്കെ, ഇതിലൊരു പോയിന്റ് ആണ് എന്ത്? P. ഈ P എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഡിസ്റ്റൻസ് എന്താണ്? സ്മോൾ r ആണ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് കൺസിഡർ ചെയ്തു? ആദ്യം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ആ പോയിന്റ് വരുന്ന രീതിയിൽ ആ ചാർജിന് ചുറ്റും എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഇതാണ് നമ്മൾ എന്ത്? ഗോഷ്യൻ സർഫസ്. നമ്മൾ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസ് എന്തുകൊണ്ടാണ് സ്ഫെറിക്കൽ ആവാനുള്ള കാരണം? ഇവിടെ ചാർജ് എന്താണ്? പോയിന്റ് ചാർജ് ആണ്. സോ ഈ പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന സർഫസ് ആണ് എന്തെന്ന് പറഞ്ഞാല് ഗോഷ്യൻ സർഫസ്. ഈ പോയിന്റിന്ന് കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് വരണമെങ്കിൽ എല്ലാ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള എല്ലാ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അഥവാ റേഡിയസിൽ നമ്മൾ എന്ത് വരക്കണം? ഒരു ഗോഷ്യൻ സർഫസ് വരക്കണം. റേഡിയസ് വെച്ച് വരക്കുന്ന സംഭവത്തിന്റെ സിംബൽ എന്തായിരിക്കും? ഷേപ്പ് എന്തായിരിക്കും? സ്ഫെറിക്കൽ ആയിരിക്കും. ഇവിടുത്തെ സർഫസ് എന്തായിരിക്കും? സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഫ്ലക്സ്? ഫൈ ഈക്വൽ ടു എന്തായിരുന്നു? ഇന്റഗ്രൽ ഇ ഡി എസ്, ഇ ഡോട്ട് ഡി എസ്. എന്താ ഡോട്ട് എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണണം? തീറ്റ കാണണം. വാട്ട് ഈസ് ദ ആംഗിൾ? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. അപ്പൊ നോക്കട്ടോ, സോ ഞാൻ ഈ ഒരു ഇവിടെ ഒരു എന്ത് കൺസിഡർ ചെയ്യുക? ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഏരിയ ഡി എസ് ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ഈ സർഫസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി എസ്. ഇനി ഇവിടുന്ന് എന്ത് വരുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട് അല്ലെ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെ വരിക? അതും എന്ത് തന്നെയായിരിക്കും? ഇതാണ് നമ്മുടെ പോയിന്റ്. സോ ഇവിടുന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെ വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് നിന്ന് റേഡിയലി പുറത്തോട്ടാണ് വരുന്ന ഡയറക്ഷൻ അല്ലെ? സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. സോ നമുക്ക് ഫൈ ഈക്വൽ എന്ത് ചെയ്താൻ പറ്റും? ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് അല്ലേ? സോ നമുക്ക് എന്ത് കാണണം? ഇലക്ട്രിക് ഫീൽഡും കാണണം, ഡി എസും കാണണം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഒരു പോയിന്റ് ചാർജ് ആണ്. ആ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ആണ് ഏത്? പി. അപ്പൊ അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക?
1 by 4 pi epsilon 0 q by r square. That is the equation of electric field. So E is equal to 1 by 4 pi epsilon 0 q by r square. അല്ലെ? ഇനി നമുക്ക് എന്ത് കാണണം? ഇന്റഗ്രൽ ഡി എസ് കാണണം. വാട്ട് ഈസ്, നമ്മൾ ഇവിടെ എടുത്ത ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ ആണ്. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഏരിയയും കൂടി കൂട്ടുക. ഈ എല്ലാ ചെറിയ ഏരിയയും കൂടി കൂട്ടി നമുക്ക് എന്താ കിട്ടുക? ഈ ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ ഏരിയയാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ഗോഷ്യൻ സർഫസ്. ഇത് എന്ത് സർഫസാ? സ്ഫെറിക്കൽ സർഫസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? R ആണ് അല്ലെ? അപ്പൊ റേഡിയസ് R ഉള്ള ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അതിന്റെ ഏരിയ എങ്ങനെ കാണുക? 4 pi r സ്ക്വയർ. പഠിച്ചിട്ടില്ലേ? സോ ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ എന്തായിരിക്കും? 4 pi r സ്ക്വയർ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇക്വേഷനിൽ കൊടുത്തൂടെ? സോ നമ്മുടെ ഫ്ലക്സ് ഈക്വൽ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഇ എന്താ? 1 by 4 pi epsilon 0 q by r സ്ക്വയർ അല്ലെ? ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് എന്താ? ഈ ഇന്റഗ്രൽ ഡി എസ് എന്താ? 4 pi r സ്ക്വയർ അല്ലെ? ഈ r സ്ക്വയറും ഈ r സ്ക്വയറും ക്യാൻസൽ ചെയ്യുക. ഈ 4 പൈയും ഈ 4 പൈയും ക്യാൻസൽ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി? phi ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് q. This is called Gauss's theorem. Total flux through the Gaussian surface is equal to 1 by epsilon 0 times of the total charge enclosed by the Gaussian surface. This is surface ന്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് എന്തേ ഉള്ളൂ? q ഉള്ളൂ. This is called the Gauss's theorem. So this is the proof of Gauss's theorem. സോ ഇങ്ങനെയാണ് നമ്മൾ ഗോസസ് തിയറം എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെ? ഡൈപോളിൽ ഉണ്ടാകുന്ന ഒരു ഡൈപോളിന് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു. രണ്ട് സ്പെഷ്യൽ കേസുകൾ പഠിച്ചു. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ പഠിച്ചു. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് അല്ലെ? പിന്നെ നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചു. ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. ദെൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫൈ ഈക്വൽ ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. തീറ്റനനുസരിച്ച് അതിനുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ നമ്മൾ എന്താണ് ഗോസസ് തിയറം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഗോസസ് തിയറം? The electric flux through a Gaussian surface equal to 1 by epsilon 0 times of the total charge enclosed by the Gaussian surface. അതിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ എന്ത് പറഞ്ഞു? പ്രൂഫ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. അപ്പോ ബാക്കി കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ